തന്റെ ആദ്യ നോവൽ ജനുവരിയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അമേരിക്കയും കേരളവും പശ്ചാത്തലങ്ങളാകുന്ന നോവൽ രണ്ടു കാലത്തിന്റെ കഥ പറയുന്ന ഒന്നാണ്. നോവലിന്റെ എഴുത്ത് പൂർത്തിയായിട്ടുണ്ട്. കുട്ടനാടിന്റെ ചരിത്രവും സാമൂഹിക ജീവിതവും വിഷയമാകുന്ന ഒരു നോവൽ കൂടി മനസ്സിലുണ്ടെന്നും അധികം വൈകാതെ എഴുതി തുടങ്ങാനാണ് ശ്രമമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. നല്ലൊരു വായനക്കാരൻ കൂടിയായ അദ്ദേഹം നോവലുകൾ വായിച്ചാൽ എഴുത്തുകാരെ വിളിക്കാറുണ്ടെന്ന് വ്യക്തമാക്കി. അതവർക്ക് വലിയ സന്തോഷമാണ്. പ്രസംഗങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റിയായിരിക്കും. അവിടെ സാഹിത്യം സംസാരിക്കാൻ ഇടമുണ്ടാകില്ല. എന്നെ വിളിക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളിൽ പുസ്തകങ്ങളെപ്പറ്റിയും വായനയെപ്പറ്റിയും സംസാരിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽ വായിക്കാറുണ്ട്. ആദ്യം ഡിറ്റക്റ്റീവ് നോവലുകളാണ് വായിച്ചിരുന്നത്. വായിക്കുന്നത് മിക്കപ്പോഴും രാത്രിയിലാണ്. സന്തോഷകരമായ അനുഭവമാണ് വായനയെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. മലയാളം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഹിന്ദിയാണ്. KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തൃശൂരിൽ KSU ജൂബിലി സമ്മേളനം നടന്നു. അതിൽ രാജീവ് ഗാന്ധിയും അരുൺ നെഹ്റുവും പങ്കെടുത്തിരുന്നു. അന്ന് അവിടെ ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. അതാണ് NSU നേതൃത്വത്തിലേക്കുള്ള വഴി തുറന്നതെന്നും രമേശ് ചെന്നിത്തല ഓർത്തെടുത്തു.